കരുവന്നൂർ കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്തത് കുറ്റപത്രം വൈകിച്ചേക്കും. ക്രമക്കേടുകൾ നടന്ന കാലയളവിലെ സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരിൽ കെ രാധാകൃഷ്ണനെ മാത്രമാണ് ഇനി ഇഡി ചോദ്യം ചെയ്യാനുള്ളത്. കരുവന്നൂർ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് വീണ്ടും സാവകാശം തേടിയിരിക്കുകയാണ് മുൻ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എംപി. 2011-2021 കാലഘട്ടത്തിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായവരിൽ നിന്നാണ് ഇഡി പ്രധാനമായും വിവരങ്ങൾ ശേഖരിക്കുന്നത്. ആദ്യഘട്ട അന്വേഷണത്തിൽ മുൻമന്ത്രിയും മുൻ ജില്ലാ സെക്രട്ടറിയുമായ AC മൊയ്തീൻ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസിൽ കൂടി പങ്കെടുത്ത് ഏപ്രിൽ 7 ശേഷം ഹാജരാകാമെന്നാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. മാർച്ച് അവസാനം രണ്ടാം ഘട്ട കുറ്റപത്രം കൂടി നൽകി നിർണായകമായ കരുവന്നൂർ കേസിലെ അന്വേഷണം ഇഡി അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പ്രധാനമായും തടസ്സമാവുകയാണ് ചോദ്യം ചെയ്യൽ നീളുന്നത്. അക്കൗണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ചോദ്യം ചെയ്യലും മുമ്പ് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണവും പൂർത്തിയാക്കണം. CPM പാർട്ടിയും കള്ളപ്പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയെന്നാണ് ഇഡി അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പാർട്ടിയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ CPM രണ്ടാം ഘട്ട പ്രതിപട്ടികയിലേക്കെത്തും. ഒപ്പം പ്രതികളാകാൻ സാധ്യതയുള്ളവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വേണം കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കാൻ. 2 സമൻസുകൾ നൽകിയെന്നും അന്തിമ കുറ്റപത്രം നൽകേണ്ടതിനാൽ ഇനി ഇളവില്ലെന്നും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി നിർദ്ദേശം കൂടി അനുസരിച്ച് കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യൽ വൈകിച്ചാൽ കുറ്റപത്രവും വൈകും. ജനം, കൊച്ചി.